ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇപ്പോഴത്തെ യുവതലമുറയെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്, യഥാർത്ഥത്തിൽ ഈശ്വരൻ ഉണ്ടോ? എന്താണത് ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഇതര മതക്കാർ ഹിന്ദു സംസ്കാരത്തെ നമ്മുടെ ദൈവസങ്കല്പങ്ങളെയൊക്കെ അവഹേളിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ നമ്മുടെ ഹിന്ദു സമൂഹം എപ്പോഴും ഈ ഒരു ചോദ്യം മനസ്സിൽ വയ്ക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് ഈശ്വരൻ? യഥാർത്ഥത്തിൽ ഈശ്വരനുണ്ടോ? എവിടെയാണ്? കാണാൻ പറ്റുമോ? നമ്മുടെ വിഗ്രഹ രൂപങ്ങളെയൊക്കെ വികൃതമാക്കുക, നാം ആരാധിക്കുന്നതൊക്കെ ഈശ്വര പൂജയല്ലെന്നും അതൊക്കെ അവിശ്വാസമാണെന്നും പൈശാചികമാണെന്നും എന്നൊക്കെ പറഞ്ഞ് അതിനെ പരിഹസിക്കുക, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പലപ്പോഴും കൺഫ്യൂഷൻ ആവാറുണ്ട്. കാരണം ഇതര മതക്കാർക്കൊക്കെ ഒരു ദൈവം, ഹിന്ദുവിന് അനവധി ദൈവം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിനെ പലർക്കും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇതാണ് പലപ്പോഴും ഇതര മതക്കാർ മുതലെടുത്ത് നമ്മുടെ കുട്ടികളെ മതം മാറ്റത്തിന് പ്രേരിപ്പിക്കുന്നതും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈശ്വരൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? കാണാൻ പറ്റുമോ? നാം അറിഞ്ഞിരിക്കണം. ഭാരത സംസ്കാരം, സനാതനധർമ്മം എന്നറിയപ്പെടുന്ന നമ്മുടെ ഹിന്ദുമതം അത്യന്തം യുക്തിനിഷ്ഠവും ശാസ്ത്ര ചിന്തയിൽ ഊന്നിയതുമാണ്. അതായത് നിങ്ങളുടെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമേ ഹിന്ദു സംസ്കൃതിയിൽ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് നാം ഇവിടെ ശരിക്കും നമ്മൾ പറയുന്നതൊന്ന് ചിന്തിക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇവിടെ വിശ്വാസമോ അവിശ്വാസമോ അല്ല, ചിന്തിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ ഈശ്വരനെ അറിയാൻ, മനസ്സിലാക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ നമുക്ക് ഈശ്വരൻ ആരാണെന്ന് മനസ്സിലാവും. അപ്പം ഈശ്വരനെ മനസ്സിലാക്കാൻ നാം ആദ്യം നമ്മുടെ ചുറ്റുപാടിലേക്കും നമ്മളിലേക്കും തന്നെയാണ് ശ്രദ്ധ വയ്ക്കേണ്ടത്. നാം ഈ കാണുന്നതെല്ലാം നമുക്കറിയാം. ഇന്നത്തെ ആധുനിക ഫിസിക്സ് നമ്മളെ പഠിപ്പിക്കുന്നത് ഊർജ ശക്തിയാണ്, ആറ്റങ്ങളാണ്. ഈ ആറ്റങ്ങളാണ് പല പരിണാമങ്ങളിലൂടെയും മോളിക്യൂൾസായിട്ട് പിന്നീടത് വികസിച്ച് പരിണാമങ്ങൾ സംഭവിച്ച് അങ്ങനെ ഒരു പ്രത്യേക രൂപങ്ങളിലെത്തിക്കഴിഞ്ഞാൽ, അതിൻ്റെ പരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് സങ്കോചിച്ച് പഴയ ഊർജ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. അതുകൊണ്ട് ആധുനിക ശാസ്ത്രം പഠിപ്പിച്ചു, നീദർ എനർജി ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രോയ്, ദ സെയിം എനർജി ഈസ് മാനിഫെസ്റ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഏത് വസ്തു എടുത്തു നോക്കിയാലും അടിസ്ഥാനം ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്നറിയപ്പെടുന്ന ആറ്റങ്ങളാണ്. ഊർജ്ജശക്തിയാണ്. ഊർജം എന്താണ്? ശക്തിയാണ്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഊർജ്ജശക്തിയാൽ വികസിച്ച് പരിണാമം സംഭവിച്ച് വന്നതാണെങ്കിൽ ഈ വികാസത്തിന് ചില നിയമങ്ങളത് അനുസരിക്കുന്നുണ്ട്. ഗ്രാവിറ്റി ഫോഴ്സ്, അതുപോലെ തന്നെ റേഡിയേഷൻ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നൊക്കെ ഫിസിക്സ് പഠിപ്പിക്കുന്ന അനവധി ശക്തികളെ, അല്ലെങ്കിൽ ശക്തിയുടെ പലതരത്തിലുള്ള തരംഗങ്ങളെ അത് ആശ്രയിച്ചുകൊണ്ടാണ് അത് പലവിധ പരിണാമങ്ങളിലൂടെയും കടന്നുപോയി തിരിച്ച് അത് സങ്കോചിച്ച് അതിൻ്റെ പൂർവാവസ്ഥയിലെത്തുന്നു. ഈ ചലന പ്രക്രിയ പല നിയമങ്ങളെയും അനുസരിക്കുന്നു. ഒന്നുകൂടി സ്പഷ്ടമായി പറഞ്ഞാൽ, നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ചില യൂണിവേഴ്സൽ ലോ ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ
അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വരുന്നത് നിങ്ങൾ ചിന്തിച്ചു. ഈ ഭൂമിയിലുള്ള സകല അമ്മമാരുടെയും പ്രഗ്നൻ്റ് ആവുന്ന അമ്മമാരുടെയൊക്കെ ഗർഭപാത്രത്തിൽ സംഭവിക്കുന്നത് ഒരു കുഞ്ഞ് ഒരു മാസം അതിൻ്റെ വളർച്ച ഇത്രയായിരിക്കും, അടുത്ത മാസം ഇത്രയായിരിക്കും, അടുത്ത മാസം ഇത്രയായിരിക്കും എന്നതൊരു യൂണിഫോമലി യൂണിവേഴ്സലി നടക്കുന്നുവെങ്കിൽ അതൊരു നിയമത്തെ അനുസരിക്കുന്നുണ്ട് എന്നർത്ഥം. ഇതുപോലെ സകല ഭൂമിയിലുള്ള ജീവജാലങ്ങൾ അതിൻ്റെ ഹൃദയം മിടിക്കുന്നതിനൊരു താളമുണ്ട്, നിയമമുണ്ട്. നമ്മളെല്ലാവരും ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നതിനൊരു നിയമം അതനുസരിക്കുന്നു. അല്ലെങ്കിൽ അതിന് തോന്നിയതുപോലെയാണെങ്കിലോ ശ്വാസം എടുക്കുന്നു, ശ്വാസം വിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇതുപോലെ നമ്മുടെ ഡൈജഷൻ സിസ്റ്റം എടുത്ത് നോക്കിയാലും ഡൈജസ്റ്റ് ചെയ്ത ഫുഡിൽ നിന്ന് രക്തവും അതുപോലെ തന്നെ നമ്മുടെ സെൽസും ഒക്കെ രൂപപ്പെടുന്നതിനൊരു നിയമമുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രപ്പോർഷൻ കഴിഞ്ഞാൽ അത് ഉണ്ടാവുന്നില്ല. രക്തം എത്രയാണ് വേണ്ടത് അത്രയും ഉണ്ടാവുന്നുള്ളൂ. എല്ലാം അങ്ങോട്ട് രക്തമായി കഴിഞ്ഞാൽ അപകടമായി. അതുകൊണ്ട് നമ്മുടെ ഓരോ ആന്തരിക അവയവങ്ങളും ചില നിയമങ്ങൾ അനുസരിക്കുന്നു. എന്താണ് ഈ നിയമം? അത് ഇന്നും നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പൂർണ്ണമായി വ്യാഖ്യാനിച്ചിട്ടില്ല. നിയമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു ശക്തിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ശക്തിയുടെ പ്രേരണ പ്രകാരം, ശക്തിയുടെ കമാൻഡ് നമ്മൾ പറയില്ലേ, ഓർഡർ പ്രകാരം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പ്രേരണ കൊണ്ട്, കമാൻഡ് കൊണ്ട്, സങ്കല്പം കൊണ്ട് ആണ് ഈ ഊർജം പരിണാമത്തിലൂടെ പല രൂപങ്ങളായി വികസിച്ചും അവസാനം അത് സങ്കോചിച്ച് പൂർവ്വ അവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പം നിയമം എന്നാൽ പ്രേരണ, നിർദ്ദേശം എന്നൊക്കെയാണ് അർത്ഥം. അപ്പം ഈ പ്രേരണ കൊടുക്കാൻ, നിർദ്ദേശം കൊടുക്കാൻ സാധിക്കുന്ന ശക്തി അത് ബോധശക്തിയായി പറ്റൂ. അപ്പോൾ ബോധശക്തിക്ക് നിർദ്ദേശിക്കാനുള്ള, കൽപ്പിക്കാനുള്ള, ഓർഡർ ഡിമാൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഒരു അത്രയും തീവ്രമായ ഒരു ഇൻ്റലിജൻസ് കൊടുക്കാനുള്ള കഴിവുള്ളൂ. അപ്പോൾ ഒരു ബോധ നിയമത്തിലാണ് ഈ പ്രപഞ്ചം വികസിച്ച് പരിണാമം സംഭവിച്ച് പിന്നീട് സങ്കോചിക്കുന്നത്. അത് നല്ലവണ്ണം മനസ്സിലാക്കുക. അപ്പോൾ ആ നിയാമക ശക്തി, അതായത് ബോധ നിയമം അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോൺഷ്യസ് പവർ, ഭാരത ഋഷിവര്യന്മാർ ഈ ഒരു ശക്തിയാണ് ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ വിളിച്ചത്. ഇപ്പം നിങ്ങളുടെ ശരീരത്തിൻ്റെ ചലനം സംഭവിക്കുമ്പോൾ ആ ചലനത്തിന് കാരണമായ ഒരു നിർദ്ദേശം കൊടുക്കുന്ന, പ്രേരണ കൊടുക്കുന്ന ബോധശക്തിയുണ്ട്. അല്ലാതെ ഇത് പ്രവർത്തിക്കില്ല. ആ ശക്തിയിലാണ് ഈ പ്രപഞ്ച ചലനങ്ങളെല്ലാം നടക്കുന്നത്. ആ നിർദ്ദേശം നൽകുന്ന, പ്രേരണ നൽകുന്ന ശക്തി ബോധശക്തിയായതുകൊണ്ട് ഋഷിവര്യന്മാർ വിളിച്ചു പ്രജ്ഞാനം. അത് പ്രജ്ഞയാണ്, പൂർണ്ണബോധമാണ്, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സാണ്. കാരണം എല്ലാ ശരീരങ്ങളും ഈ ഒരു കോൺഷ്യസ് ലോയുടെ പവറിൻ്റെ പ്രേരണ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ബോധശക്തിയെ ബോധ നിയാമകൻ, നമ്മളതിനെ നിയാമകൻ എന്ന് വിളിക്കണം. മറ്റുള്ള മതങ്ങളൊക്കെ സൃഷ്ടാവെന്ന് വിളിക്കുമ്പോൾ, കർത്താവെന്നൊക്കെ വിളിക്കുമ്പോൾ, നാം ഈശ്വരനെ വിളിച്ച നിയാമകൻ. നിയാമകൻ എന്ന് പറഞ്ഞാൽ നിയമരൂപത്തിൽ എല്ലാറ്റിനെയും ചലിപ്പിക്കാൻ പ്രേരണ കൊടുക്കുന്നവൻ. ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകം നിങ്ങൾ ശരിക്കും പഠിക്കണം. ഭഗവാൻ കൃഷ്ണൻ പറയണു, മയാ അധ്യക്ഷേന സൂയത്തെ പ്രകൃതി സൂയത്തെ സചരാചരം. എൻ്റെ അധ്യക്ഷതയിൽ, അതായത് എൻ്റെ നിർദ്ദേശത്തിൽ, എൻ്റെ പ്രേരണയിൽ, എൻ്റെ സങ്കല്പത്തിലാണ് പ്രകൃതി സൂയത എന്ന് പറഞ്ഞാൽ വികസിക്കുക, പ്രസൂയത വികസിക്കുക, അങ്ങനെ പരിണാമം സംഭവിക്കുക, അത് തിരിച്ചതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് പോകാം. അപ്പം എൻ്റെ നിർദ്ദേശത്തിലാണ്. അപ്പം ഞാൻ എന്നതുകൊണ്ട് കൃഷ്ണൻ ഉദ്ദേശിച്ചത് അഹം ആത്മാ, ഞാൻ ആത്മാവാകുന്നു, ബോധമാകുന്നു. ഇനി നമുക്ക് അനവധി ഉപനിഷത്തുകളിൽ ഇത് ഉറപ്പിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു
ഉപനിഷത്താണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഉപനിഷത്തുക്കളിൽ ഒന്ന് ശ്വേതാശ്വര ഉപനിഷത്ത് പറയും. ശ്വേതാശ്വരം അവിടെ പറയും, ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സർവഭൂതാദിവാസ സാക്ഷി ഛേദ കേവലോ നിർഗുണശ്ച. ഈ പറയുന്നത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതെല്ലാം വേഗം പിടികിട്ടും. എന്താണ് കർമാധ്യക്ഷ? കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി, ചലനം. അതിന് അധ്യക്ഷൻ, നേതൃത്വം കൊടുക്കുന്ന കർമാധ്യക്ഷ. അപ്പോൾ എല്ലാ ചലനങ്ങൾക്കും പ്രേരണ കൊടുക്കുന്ന ബോധശക്തിയാണ്, ബോധ നിയമമാണ് ഈശ്വരൻ എന്ന് ഉപനിഷത്തിൽ പറയാണ്. വീണ്ടും പറയുന്നു, നമുക്ക് ഈശാവാസ്യ ഉപനിഷത്ത്, ഗാന്ധിജി എന്നും ചൊല്ലിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ ഉപനിഷത്താണ് ഈശാവാസ്യം. അതിൽ ആദ്യത്തെ മന്ത്രം ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്. ഈ ജഗത് മുഴുവൻ, ജഗത്ത് എന്ന് പറഞ്ഞാൽ ജായതേ ഗച്ഛതി തിഷ്ഠതി, ഈ പ്രപഞ്ചം മുഴുവൻ ഊർജത്തിൽ നിന്നും വികസിച്ചതാണ്, പരിണാമം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നു, വീണ്ടും അത് സങ്കോചിച്ച് പൂർവാവസ്ഥയിലെത്തും. എവിടെയാണ് സംഭവിക്കുന്നത്? ഈശ്വരനാകുന്ന ബോധശക്തിയിലാണ്. അപ്പം അതുകൊണ്ട് ഭാരതത്തിലെ ഋഷിവര്യന്മാർക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് ആകാശങ്ങൾക്കപ്പുറത്തുള്ള ഒരു ശക്തിയല്ല. സ്വർഗത്തിൽ വരുന്നവർക്ക് കുടിക്കാൻ വെള്ളവും കള്ളും എടുത്തു കൊടുക്കുന്ന ശക്തിയല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം ചലിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന യൂണിവേഴ്സൽ കോൺഷ്യസ് പവറിനെയാണ് ഈശ്വരൻ എന്ന് വിളിച്ചത്. കാരണം ആ കോൺഷ്യസ് എനർജി ഇല്ലെങ്കിൽ, അതിൻ്റെ പ്രേരണ ഇല്ലെങ്കിൽ ചലനമില്ല, ചലനമില്ലെങ്കിൽ വികാസമില്ല, വികാസമില്ലെങ്കിൽ പരിണാമമില്ല, പരിണാമമില്ലെങ്കിൽ സങ്കോചമില്ല. അപ്പോൾ ഈ സൃഷ്ടി എന്ന് പറയുന്നത് ചലനം, വികാസം, പരിണാമം, സങ്കോചം, അതാണ് സൃഷ്ടി. അപ്പോൾ ഈ സൃഷ്ടിക്കാനുള്ളതൊക്കെ, അതായത് സൃഷ്ടിയിൽ കാണുന്നതൊക്കെ ഊർജം പല രൂപങ്ങളായിട്ട് വികസിച്ച് വന്നതാണ്. അപ്പം ഈശ്വരനൊരു സൃഷ്ടാവല്ല, ഈശ്വരനൊരു കർത്താവല്ല. ഈശ്വരൻ്റെ പ്രേരണയിലാണ്, അനന്ത ബോധശക്തിയുടെ പ്രേരണയിലാണ്, നിയമത്തിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ വികസിക്കുന്നത്. അപ്പം നിങ്ങൾ യൂണിവേഴ്സൽ ലോ, പ്രപഞ്ച നിയമം, നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു അമ്മയുടെ വയറ്റിൽ കുട്ടി ഓരോ മാസം ഇത്ര വളർന്നു വരുന്നു, ആര് തീരുമാനിച്ചു എന്ന് വെച്ചാൽ ഇറ്റ്സ് എ യൂണിവേഴ്സൽ ലോ. നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളൊക്കെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു, ഈ ശരീരം പ്രവർത്തിക്കുന്നു, മനസ്സും നമ്മുടെ ശരീരവും കോർഡിനേഷൻ ചെയ്യണം. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? യൂണിവേഴ്സൽ ലോ. ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം ജീവിച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ ശരീരമെല്ലാം അതിൻ്റെ ശോഷിച്ച് ഇല്ലാതാവുന്നു. ഇതൊക്കെ യൂണിവേഴ്സൽ ലോ. ആ നിയമത്തെ നിങ്ങൾ ഈശ്വരൻ എന്ന് വിളിച്ച് നോക്കൂ. നിയമത്തിൽ നിന്ന് വിട്ട് ചലനത്തിന് നിൽക്കാൻ പറ്റുമോ? ഇതാണ് ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞത്, ഈശ്വരനിലാണ് പ്രപഞ്ചം, അല്ലാതെ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ ആകാശത്തിലല്ല ഈശ്വരൻ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ചലനം, വികാസം, പരിണാമം, സങ്കോചം. എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഉദാഹരണമാണ് നമ്മുടെ ഈ സ്കള്ളും സ്കെൽറ്റനും. അതില്ലെങ്കിൽ ഈ മാംസം ഇവിടെ നിൽക്കുമോ? ശരീരത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കുമോ? ശരീരം എന്ന് പറയണമെങ്കിൽ തന്നെ ആ ഒരു ഫൗണ്ടേഷൻ വേണം, അതിനെ ഉറപ്പിച്ച് നിർത്താനുള്ള ശക്തി വേണം. അപ്പം മാംസത്തിൻ്റെ മുഴുവൻ ശക്തിയും നമ്മുടെ സ്കെൽറ്റൻ്റെ മുകളിലാണ് പിടിച്ചു നിൽക്കുന്നത്. എന്നതുപോലെ ഈ പ്രപഞ്ച ചലനം മുഴുവൻ അതിന് പ്രേരണ കൊടുക്കുന്ന അനന്ത ബോധശക്തിയിലാണ്. അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നാം എല്ലാവരും ഒരേ ശക്തിയുടെ, അതിനെ ഈശ്വരൻ എന്ന് വിളിക്കാം, ഭഗവാൻ എന്ന് വിളിക്കാം, ബ്രഹ്മം എന്ന് വിളിക്കാം, പരമാത്മാവെന്ന് വിളിക്കാം, ഏത് രൂപം, ഏത് പേരും നിങ്ങൾക്ക് വിളിക്കാം. അതാണ് ഭാരതീയ ഋഷിവര്യന്മാർ പഠിപ്പിച്ചത്. സബ്രഹ്മ, സശിവ, സഹരി എന്തും വിളിക്കാം. പക്ഷേ അത് പ്രജ്ഞയാണ്, പ്രജ്ഞാനമാണ്, ശുദ്ധ നിത്യബോധമാണ്. അതിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ വികസിച്ച് വന്നിരിക്കുന്നത്. അപ്പം ഞാനും നിങ്ങളും അതേ ഊർജമാണ്, അതേ ശക്തിയാണ്.
കാരണം അൾട്ടിമേറ്റ്ലി ഈ രൂപങ്ങളൊന്നും രൂപങ്ങളല്ല, ഇതെല്ലാം ഊർജം തന്നെ പല രൂപങ്ങളായി നിൽക്കുന്നു എന്ന് ഒരു തോന്നലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ രൂപങ്ങളില്ല എന്ന് ഫിസിക്സ് ഇപ്പോൾ പഠിപ്പിക്കുന്നു. കാരണം നമ്മൾ എല്ലാം ഊർജത്തിൻ്റെ ആറ്റങ്ങളങ്ങനെ അതിശക്തിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജ തരംഗങ്ങളാണ്. രൂപങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഏത് രൂപം എന്ന് പറയുമ്പോഴേക്കും ആ രൂപത്തിന് പരിണാമം വന്നു. ഈ പ്രപഞ്ചം മുഴുവൻ ഊർജ്ജശക്തിയാണ്, അതിൻ്റെ നൃത്തം അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നാം ഊർജ്ജമല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് അല്ലാന്ന് തെളിയിക്കാൻ പറ്റുമോ? നാം ഓരോരുത്തരും ഊർജ്ജം തന്നെയാണ്. ഏത് ഊർജ്ജം? അനന്തമായ ബോധ ഊർജ്ജം. അതുകൊണ്ടാണ് ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞത് ത്വം തത് അസി. നിങ്ങൾ ഈ ഒരു പരിണാമം സംഭവിക്കുന്ന ഊർജ്ജ രൂപമല്ല, ആ പരിണാമത്തിന് പ്രേരണ കൊടുക്കുന്ന ബോധ ഊർജ്ജമാണ് തത് അസി. അതിലേക്കാണ് നിങ്ങളെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ എന്തു വേണം? നമ്മുടെ മനസ്സും ബുദ്ധിയും വികസിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സ് വികസിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ട്. അപ്പോൾ അടുത്തൊരു ചോദ്യം ഇതാണ്: മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ദൈവം ശിക്ഷിക്കുമോ? അപ്പം മറ്റു മതങ്ങളൊക്കെ പഠിപ്പിച്ചത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ ദൈവം നിങ്ങളെ ശിക്ഷിച്ച് നിങ്ങളെ നരകത്തിലാക്കും, ദൈവം നിങ്ങളെ രക്ഷിച്ച് സ്വർഗത്തിലാക്കുന്നതാണ്. ഇതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളെ രക്ഷിക്കുക, ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശിക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ദുർബല ചിന്തകളാണ്. എപ്പോഴും മനസ്സിൽ സ്വാർത്ഥത, അതുപോലുള്ള നമ്മുടെ കാമക്രോധ ലോഭ മോഹ മത മത്സര ചിന്തകൾ, മറ്റുള്ളവരോടുള്ള അസൂയ, വിദ്വേഷം, വിഷമം, വേദന, വിഷാദം, ഇതൊക്കെ നമ്മളെ സങ്കോചിപ്പിക്കും. എന്നാൽ നിങ്ങളിൽ നല്ല ചിന്തകൾ വരികയാണെങ്കിൽ സ്നേഹം, ദയ, കാരുണ്യം, വാത്സല്യം, സേവനം, അപ്പം നിങ്ങളുടെ മനസ്സ് വികസിക്കും. അപ്പം മനസ്സ് വികസിക്കുമ്പോൾ ജീവിതം സ്വർഗീയമായി. മനസ്സിൽ ദുഷ്ടചിന്തകൾ വരുമ്പോൾ ജീവിതം നരകമായി. അപ്പം നിങ്ങളെ ശിക്ഷിക്കുന്നത് നിങ്ങളല്ലേ, നിങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങളല്ലേ. സ്വർഗവും നിങ്ങളിലാണ്, നരകവും നിങ്ങളിലാണ്. ഇതൊന്നും ആകാശത്തിനപ്പുറത്തല്ല. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് സങ്കോചിക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ നിങ്ങൾ നരകത്തിലാണ്. അതിന് നിങ്ങളുടെ ചിന്തകളാണ് കാരണം. നിങ്ങളുടെ മനസ്സ് വികസിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലാണ്. അപ്പം നിങ്ങൾ നല്ല ചിന്തകളിലേക്ക്, സേവനത്തിലേക്കും, നല്ല സംസ്കാരത്തിലേക്കും, നല്ല പെരുമാറ്റത്തിലേക്കും, നല്ല ശീലങ്ങളിലേക്കും, നല്ല ദാന സംസ്കാരങ്ങളിലേക്കൊക്കെ നിങ്ങൾ വളർന്ന് വികസിക്കണം. അതുതന്നെയാണ് സ്വർഗം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈശ്വരനെ വിശ്വസിക്കണോ? ഈ വിശ്വാസം എന്ന വാക്ക് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണ്. നിങ്ങൾക്ക് ഈശ്വരനെ അറിയണമോ? ഈശ്വരനെ വിശ്വസിക്കണമോ? നിങ്ങളുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു അസ്ഥികൂടത്തിലാണ് ഈ മാംസപേശികളും മാംസവും ഒക്കെ നിൽക്കുന്നതെന്ന് അതൊരു വിശ്വാസമാണോ? ഞാനൊരു സാധാരണ ഉദാഹരണം ചോദിക്കുകയാണ്. ഇപ്പോൾ കറണ്ട് എന്ന പവറിലാണ് ലൈറ്റുകളൊക്കെ കത്തുന്നത്. ഒരു വിശ്വാസമാണോ? അതോ ഒരു യഥാർത്ഥമായ അറിവാണോ? അറിവിനെ വിശ്വസിക്കേണ്ടതുണ്ടോ? അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് വിശ്വാസം. അറിയാത്തതേ നിങ്ങൾ വിശ്വസിക്കേണ്ടതുള്ളൂ, അറിയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇപ്പം നിങ്ങൾക്ക് അറിവ് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വിശ്വാസികളല്ല, നിങ്ങൾ അറിഞ്ഞതിനെ ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയ ജ്ഞാനികളാണ്. അവരെയാണ് നമ്മൾ വിദ്വാൻമാർ, വിവേകമുള്ളവർ, അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞവർ, ജ്ഞാനികൾ എന്ന് നമ്മൾ വിളിക്കില്ലേ, മഹാന്മാർ. ഇപ്പം നിങ്ങളൊക്കെ വിശ്വാസികളായിത്തീരേണ്ടവരല്ല, മഹാന്മാരായിത്തീരണം, അറിവുള്ളവരായിത്തീരണം, അറിഞ്ഞവരായിത്തീരണം. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിശ്വാസമാണ്? ഇവിടെ നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ് വിശ്വാസികളാവുന്നത്. ഈശ്വരനെ അറിയുക. ഞാൻ എന്നിലേക്ക് നോക്കിയാൽ ഈ ശരീരം പ്രവർത്തിക്കുന്നു, അപ്പം ഞാൻ മനസ്സിലാക്കണം ഇതൊരു നിയമത്തെ അനുസരിക്കുന്നുണ്ട്. ആ നിയമമാണ് ഈശ്വരൻ. ആ ഈ നിയമമാണ് ഈശ്വരൻ എന്ന് ഞാൻ അറിഞ്ഞാൽ, ആ നിയമം ബോധശക്തിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ
അതുതന്നെയാണ് എല്ലാ ശരീരങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇനി എന്തിനാ ഈശ്വരനെ വിശ്വസിക്കുന്നത്? കാരണം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്തതെന്താണെന്ന് വെച്ചാൽ, അറിഞ്ഞതിനെ നമുക്ക് ഈശ്വര ആ ശക്തിയിലാണ്, സങ്കല്പത്തിലാണ് എല്ലാം വികസിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാം. കാരണം നമുക്ക്, നിങ്ങൾ ചോദിക്കും എല്ലാം ഈശ്വര സാന്നിധ്യത്തിൽ അങ്ങോട്ട് സ്വയം വികസിക്കില്ലേ? അവിടെ ഒരു വ്യത്യാസമുണ്ട്. എല്ലാം വികസിച്ചുകൊള്ളും. പക്ഷേ മനസ്സിനെ നമ്മൾ സങ്കോചിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുകളുമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട്, നമ്മുടെ ചില പെരുമാറ്റ ദൂഷ്യങ്ങളെ കൊണ്ട് നാം അനാവശ്യമായ ചിന്തകൾ നിറച്ച് വിഷമവും വിഷാദവും വിദ്വേഷവും വെച്ച് നിറച്ചു കഴിഞ്ഞാൽ മനസ്സ് സങ്കോചിക്കും. അപ്പം ആ മനസ്സിനെ നമ്മൾ വികസിപ്പിക്കുമ്പോൾ, അതാണ് അഭ്യാസം. അതിനാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകേണ്ടത്. അപ്പോൾ ഈ വിഗ്രഹങ്ങളുടെയൊക്കെ ലക്ഷ്യം അതാണ്. മനസ്സിനെ വികസിപ്പിക്കാൻ ഒരു ഏകാഗ്രത വേണം. നമുക്കൊരു രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് ജപ ധ്യാനങ്ങൾ പരിശീലിക്കുമ്പോൾ മനസ്സെ ഏറ്റവും എളുപ്പത്തിൽ വികസിക്കും. നിങ്ങൾ നോക്കൂ, ഒരു ഷൂട്ടർ, അതിനിപ്പം ആർച്ചറായാലും, അതായത് ആരോ കൊണ്ട് അമ്പും വില്ലും അഭ്യസിക്കുന്ന സ്പോർട്സ്മാൻ, ഒരു ടാർഗറ്റ് വേണ്ടേ, ലക്ഷ്യം വേണ്ടേ? അതിലേക്കല്ലേ കണ്ണ് ഉറപ്പിച്ചുകൊണ്ട് ഈ അമ്പ് അങ്ങോട്ട് എയ്യുന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാൻ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നാം ഒരു രൂപത്തെ ആരാധിക്കുന്നു. രൂപങ്ങൾ ഈശ്വരനാണെന്ന് ഹിന്ദുമതത്തിൽ എവിടെയും എഴുതി വച്ചിട്ടില്ല. ഈ രൂപങ്ങളെല്ലാം ഒരേ ഈശ്വരൻ്റെ പ്രകടിത രൂപങ്ങളാണ്. യാതൊന്നു കാണുന്നതും നാരായണ പ്രതിമയാണ്. സൃഷ്ടിയും സൃഷ്ടാവുമൊക്കെ ഒന്നാകുന്നതാണ് ഭാരത സംസ്കാരം. അതായത് എനർജി തന്നെയാണ് മാറ്റർ എന്ന് സയൻസ് പഠിപ്പിക്കുന്നതാണ്. ഈ നിയമം തന്നെയാണ് വികസിച്ച രൂപമായത്. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം ഈശ്വരൻ്റെ പ്രകടിത രൂപമാണ്. അല്ലാതെ ഈശ്വരൻ ആകാശത്തിലിരിക്കുന്ന ഒരാളായിട്ട് ഭാരതീയ ഋഷിവര്യന്മാർ പഠിപ്പിച്ചില്ല. നാരായണ ഗുരുദേവൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഒക്കെ നീ തന്നെയാണ്. നീയല്ലോ ദൈവമേ, ഇതെല്ലാം നീ തന്നെയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, വിഗ്രഹങ്ങളൊക്കെ മനസ്സിനെ വികസിപ്പിക്കാനാണ്. വികസിക്കുന്ന മനസ്സിനാണ് കരുത്തും ശക്തിയും ഊർജവുമുള്ളത്. സങ്കോചമുള്ള മനസ്സിലാണ് ഭയം, ദുഃഖം, ദുരിതങ്ങളുള്ളത്. ഹിന്ദുമതം നമ്മളെ പ്രേരിപ്പിക്കുന്നത്, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് മനസ്സിൻ്റെ വികാസമാണ്. ഉദ്ധരേതാത്മനാത്മാനം എന്ന് കൃഷ്ണൻ ഗീതയിലും ഉത്തിഷ്ഠത ജാഗ്രത എന്ന ഉപനിഷത്തിലും ഒക്കെ പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ വികാസത്തെക്കുറിച്ചാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ വഴിതെറ്റിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ശരിക്കും ഉൾക്കൊള്ളാൻ നിങ്ങൾ ഭഗവത്ഗീതയും ഉപനിഷത്തുക്കളും വായിക്കണം, പഠിക്കണം, വളരെ വ്യക്തത വരുത്തണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഭാരത സംസ്കാരം ഇന്നത്തെ ആധുനിക ഫിസിക്സ് പറഞ്ഞു തന്നതിൻ്റെ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നു. നിയമം കൊണ്ടാണ് ഇതെല്ലാം വികസിക്കുന്നത്, പരിണാമം വരുന്നത് എന്നൊക്കെ ആധുനിക സയൻസ് പറയുമ്പോൾ ആ നിയമമാണ് ഈശ്വരൻ എന്ന് പഠിപ്പിക്കുന്ന ഭാരതീയ ഋഷിവര്യന്മാരുടെ കണ്ടെത്തലിനെയാണ് നാം അറിഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതിനാണ് നിങ്ങൾ ധ്യാനവും ജപവും എല്ലാം ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഗ്രന്ഥങ്ങളൊന്ന് ശരിക്ക് പഠിച്ച് നമുക്ക് ഈ അറിവ് നേടിയാൽ മാത്രമേ നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്വം നമുക്കും പ്രയോജനപ്പെടുകയുള്ളൂ, മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നമുക്ക് വഴി കാണിക്കാൻ ഗുരുക്കന്മാർ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.